വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടിന്നീ വഴിയിലിറങ്ങിയിടുന്നു ഞാൻ. സ്നേഹിതരേ, സോദരരേ, കാണുകയില്ലിനി നാം ഓർക്കണമേ പ്രാർത്ഥനയിൽ എന്നെ കനിവോടെ. വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടിന്നീ വഴിയിലിറങ്ങിയിടുന്നു ഞാൻ. ഞാനീ വഴിയിൽ യാത്രകൾ ചെയ്തല്ലോ, നവമൊരു യാത്ര ഇറങ്ങിയിടുന്നു, തിരികെ വരില്ല ഞാൻ. നാളുകളേറെ ഞാനീ വഴിയിൽ യാത്രകൾ ചെയ്തല്ലോ, നവമൊരു യാത്ര ഇറങ്ങിയിടുന്നു, തിരികെ വരില്ല ഞാൻ. സമ്പാദ്യങ്ങൾ സകലതുമിവിടെ കൈവെടിയുന്നു ഞാൻ. കൈകളിലൽപ്പം ധനമില്ലാതെ പോകും നീ വഴിയിൽ. കാത്തിടുമെന്നെ ഈശ്വരനെന്നും അവനെൻ ധനമല്ലോ. വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടിന്നീ വഴിയിലിറങ്ങിയിടുന്നു ഞാൻ. ലോകസുഖങ്ങൾ തേടി നടക്കും എന്നുടെ സ്നേഹിതരേ, ശാശ്വത ശാന്തി നൽകുകയില്ലവ എന്നോർത്തിടു നിങ്ങൾ. ലോകസുഖങ്ങൾ തേടി നടക്കും എന്നുടെ സ്നേഹിതരേ, ശാശ്വത ശാന്തി നൽകുകയില്ലവ എന്നോർത്തിടു നിങ്ങൾ.
സഹോദരനായ ഫിലിപ്പോസ് ഗീവർഗീസ് അങ്കിളിന് നല്ലൊരു യാത്രയായപ്പോൾ നമ്മുടെ കുടുംബം ഒന്നായി ഇപ്പോൾ കൊടുക്കുന്ന സമയം ഈ അങ്കിളിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കുന്നതിന് വേണ്ടി ഈ നിമിഷം നമുക്ക് ഒന്നുചേർന്ന് പ്രാർത്ഥിക്കാം. അൽമായരുടെ അല്ലെങ്കിൽ പുരുഷന്മാരുടെ മൃതസംസ്കാര ശുശ്രൂഷയ്ക്ക് 4 ഭാഗങ്ങളാണുള്ളത്. അതിൽ 3 ഭാഗങ്ങൾ നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ ഭവനത്തിൽ വെച്ച് നടത്തി. അവസാനത്തെ ഭാഗമാണ് ദേവാലയത്തിൽ നടത്തുക. ഇതിന് പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക. സുവിശേഷ വായനയ്ക്ക് ശേഷം, ലുത്തിനിയ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ കബറിടം അല്ലെങ്കിൽ തുഗ്ലകബാദ് സിമിട്രിയിലേക്കാണ് പോവുക. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ അംഗങ്ങളുടെ ആത്മാവിന് വേണ്ടി നിത്യശാന്തി ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഈ കുടുംബത്തിന്, വേർപാടിലിരിക്കുന്ന ഈ കുടുംബത്തിന് പ്രത്യേകമായി ദൈവം തമ്പുരാൻ കൃപയും കരുണയും കൊടുക്കട്ടെ, ആശ്വാസം കൊടുക്കട്ടെ എന്നും നമുക്ക് ഒന്നു ചേർന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധരൂഹായുടെയും തിരുനാമത്തിൽ തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധനും പരിശുദ്ധൻ ഉയരങ്ങളിൽ ഹോസാന. ദൈവമേ പരിശുദ്ധനാകുന്നു. ദൈവമേ പരിശുദ്ധനാകുന്നു. ദൈവമേ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ജീവിതത്തിൽ നിന്ന് മോചനം നേടി വ്യർത്ഥലോകത്തിൽ നിന്നും യാത്രയായിരിക്കുന്ന ഈ ആത്മാവ് നിന്റെ മാലാകുമാരാൽ നയിക്കപ്പെട്ട പുനരുദ്ധാനത്തിന്റെ പ്രത്യാശയിൽ ആശ്വാസവും സന്തോഷവും നിറഞ്ഞ സ്ഥലങ്ങളിൽ വസിക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമേ, ഈ ആത്മാവ് പ്രസാദത്തോടുകൂടി അവിടെ നിന്നെ എതിരേൽക്കുമാറാകണമേ. മോൻ പാലോഹായും വിസ്മൃതനായി ഞാൻ മൃതനെ പോൽ ഹല്ലേലൂയ, പാഴ്പാത്രം പോലെയുമായി
സ്തോത്രവും മഹിമയും പുകഴ്ചയും ശരീരത്തിലും എല്ലാ നേരത്തും ഇടപെടാതെ സമർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ആത്മാക്കളുടെ സൃഷ്ടാവും ശരീരങ്ങളുടെ നിർമ്മാതാവും നിർമ്മിക്കപ്പെട്ടവരുടെ ശരണവും സൃഷ്ടികളുടെ പ്രത്യാശയും കബറടങ്ങിയവരുടെ പുനർജീവനും ദുഃഖിതരുടെ ആശ്വാസവും വ്യസനിച്ചിരിക്കുന്നവരുടെ സന്തോഷവും പീഡിതരുടെ ധൈര്യമായിരിക്കുന്ന തനിക്ക് സ്തുതി. തന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ ഞങ്ങൾ നിർവഹിക്കുന്ന ഈ സമയത്തും ഞങ്ങളുടെ ആവിഷ്കാരം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. കൃപയും സത്യവും വളരെയുള്ളവരും സനാതന തേജസ്സും ജീവൻ മരണമില്ലാത്തവരുമായേ, നീ സകലത്തിന്റെ സൃഷ്ടാവും ലോകത്തെ പല സാധനങ്ങളെ ക്രമീകരിക്കപ്പെടുന്നവരുമാകുന്നു. നീ അത്യഗ്രനും ആധിപത്യത്തിൽ പ്രതാപശാലിയും അതേസമയം ദീർഘക്ഷമയുള്ളവരും കാരുണ്യവാനോത്രേ. നിന്റെ ദിവ്യ സൃഷ്ടികളെന്ന് പറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെല്ലാം അഗാധ ചിന്തകളും ഹൃദയനിരൂപണങ്ങളും നിന്റെ മുമ്പാകെ പരസ്യവും നഗ്നവും അത്രേ. നിന്റെ നിശ്ചയങ്ങൾ അപരിമയങ്ങളും മാർഗങ്ങളും ദുർഗ്രഹങ്ങളും ആകുന്നു. മരണത്തെ മായ്ക്കുവാനും മനുഷ്യ സമാനകരായ മഹാസർപ്പത്തെ കൊല്ലുവാനുമായി നിന്റെ വത്സരപുത്രനായ ശിഷ്യായ ലോകത്തിലെ കഴിച്ചുകൊണ്ട് താല്പര്യമുള്ള എല്ലാവരോടും നീ ജീവനും മരണമില്ലായ്മയും അറിയിച്ചു. നിന്റെ ആജ്ഞപ്രകാരം നിങ്ങൾ ക്ലേശപൂർണങ്ങളായി ലോകത്തിൽ നിന്ന് ഉത്കൃഷ്ടവും അനശ്വരവുമായ പരലോകത്തിലേക്ക് നയിക്കപ്പെടുന്നു. നിർമ്മലവും സന്തോഷപ്രദവും പാപരഹിതവുമായ ജീവിതം നയിച്ച് അന്ധകാര സേനകൾക്ക് വിധേയമാകാത്തതും സമാധാനപരവുമായ നിര്യാണം പ്രാപിക്കുവാതിന്റെ ആരാധന ഞങ്ങളെവരെയും യോഗ്യരാക്കണമേ. കരുണാപൂർവ്വം ഞങ്ങളെ കടാക്ഷിച്ച് വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിതർക്ക് മനോധൈര്യം കൊടുക്കുകയും ചെയ്യണമേ. എന്തെന്നാൽ അതിനെ സ്തുതിക്കുന്നവർക്കും ഏത് സ്ഥാനത്തും അവനവന്റെ ആവശ്യാനുസരണം നീ ശരണവും പ്രത്യാശയും ആകുന്നല്ലോ. കർത്താവേ, നിന്റെ അഭിഷിക്തമുള്ള പ്രത്യാശയും ഞങ്ങൾക്ക് മുമ്പാ നിന്റെ അടുക്കലേക്ക് യാത്രയായവരും ശ്രേഷ്ഠവും മഹനീയവുമായ അവന്റെ പ്രത്യക്ഷത്തെ പ്രതീക്ഷിക്കുന്നവരുമായ ഞങ്ങളെല്ലാ മാതാപിതാക്കന്മാർക്കു വേണ്ടിയും സഹോദരങ്ങൾക്കും ഗുരുക്കന്മാർക്കും വിശുദ്ധരോടുള്ള ആശ്വാസം നീ നൽകണമേ. കർത്താവേ, മുൻകൂട്ടി നിർവാപിച്ചവരെയും ഇവിടെ അവശേഷിക്കുന്നവരായ ഞങ്ങളെയും ആഗ്രഹമില്ലാത്ത നിന്റെ രാജ്യത്ത് നിന്റെ ഏകജാതനെയും പരിശുദ്ധമായി ശ്രദ്ധിച്ചു പോയിട്ട് യോഗ്യരാക്കണമേ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ധൃതിപൂണ്ടഴുകിയ ലാസറിനെ കബറിൽ നിന്നും ദൈവതനോജൻ വിളിചെയ്തോരാജ്ഞാശബ്ദം ഉദ്ധാനെ മൃതരെ ചേർക്കും. യോശാഫാത്തിൻ താഴ്വരയിൽ രാജനിരയ്ക്കും തലമുറകൾ അണയും വിധിയേൽക്കാം. നാഥാകൃപ ചെയ്യണമെങ്കിൽ കാരുണ്യവാനായ ദൈവമേ, നിന്നിൽ ഞങ്ങൾ ശരണം പ്രാപിച്ചുകൊണ്ട് ഈ സുഗന്ധ ധൂപം നിനക്ക് സമർപ്പിക്കുന്നു. നിന്റെ കൽപ്പന പ്രകാരം ഇഹലോകവാസം വെടിഞ്ഞ ഈ ആത്മാവിന് വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ ദാസൻ പിശാചുക്കളുടെ ബലമേറിയ പിടിയിൽ നിന്നും അദൃശ്യരും വായുമണ്ഡലവാസികളുമായ വഞ്ചകരുടെ കൂട്ടത്തിൽ നിന്നും രക്ഷിക്കപ്പെടുമാറാകണമേ. എന്നേക്കും ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, ഞങ്ങളോടുള്ള നിന്റെ ബഹുലമായ കരുണയാൽ ഈ ആത്മാവ് നിന്റെ വിശുദ്ധരുടെ നിവാസ സ്ഥലങ്ങളിലും ജീവനുള്ളവരുടെ പട്ടണങ്ങളിലും വന്നു ചേരുമാറാകണമേ. ധന്യൻ മിശിഹാവചനത്താൽ മൃതരയുയർപ്പിപ്പോ തൻ കൽപ്പന പാലിപ്പോർക്കായി
വസനം നൽകിയിടും അവനെ രാജ്യത്തിനിരേൽപ്പാൻ അവർ മേഘങ്ങളിലേറി വരും മധുരസ്വരത്തിൽ കാറ്റൊല്ലും വന്നേറി പ്രാപിച്ചിടുവിൻ കൽപ്പന കാത്തോർക്കായി മുന്നം താതൻ കരുതിയതാം രാജ്യം മൊഴിയോരാകെ മാലൈ ലോവാനാരേ നിൻ ശരണേ വൃതനാം ദാസൻ ദാനം നവ്യതയേകട്ടെ ചരമദിനം പരിദേവന ദിവസം നെടുവീർപ്പിൻ ദിവസം തിക്തദിനം ദേവ നൽകണമാശ്വാസം മരണത്തിൻ കാസ നുകരണമെല്ലാരും യൗവനമതിലായ കഠിനതരം ദേവ നൽകണമാശ്വാസം നിഖിലം പാഴാകും വൃതിമുന്നറിവന്നെ നിപതിച്ചിന്നിവനിൽ നിന്നോദ്ധാനമിവൻ ഏകണമാശ്വാസം സഹജൻ രക്ഷിക്ക സ്നേഹിതനുദഗീട നിബിയേവം ചൊന്ന വാക്യം നിറവേറി തുണ ചെയ്വൻ നാദാ മൃതരാമോർത്തോർക്കായി കഷ്ടതയേൽക്കാനും മൃതിയാമാശകനെ ചൊല്ലി കരയാനും ബാധ്യതയും ദേവനും എല്ലാവരിൽ നിന്നോ സ്തുതിരേ സകലേശ മൃദുരുയിൽ പോട്ടിടും സ്വർഗം നേടിടും സ്തോത്രം പാടിടും. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന് പാർക്കുമോ സ്നേഹമാരുടെ സ്തുതി അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലേക്കും ഉണ്ടായിരിക്കട്ടെ. ആരെങ്കിലും ചോദിച്ചേക്കാം, മനുഷ്യർ എങ്ങനെയാണ് ഉയർപ്പിക്കപ്പെടുക? ഏതുതരം ശരീരത്തോടു കൂടിയായിരിക്കും അവർ പ്രത്യക്ഷപ്പെടുക? വിടിയായ മനുഷ്യ നീ വിധിക്കുന്നത് നശിക്കുന്നില്ലെങ്കിൽ അത് പുനർജീവിക്കുകയില്ല. ഉണ്ടാകുമായിരിക്കുന്ന പദാർത്ഥമെല്ലാം നീ വിധിക്കുന്നത് ഗോതമ്പിന്റെയോ മറ്റു വല്ല ധാന്യത്തിന്റെയോ വെറുമണി മാത്രം. എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ഓരോ വിധത്തിനും അതിന്റേതായ ശരീരം നൽകുന്നു. എല്ലാ ശരീരവും ഒന്നുപോലെയല്ല. മനുഷ്യരുടേതൊന്ന്, മൃഗങ്ങളുടേത് മറ്റൊന്ന്, പക്ഷികളുടേത് വേറൊന്ന്, മത്സ്യങ്ങളുടേത് വേറൊന്ന്. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുണ്ട്. സ്വർഗീയ ശരീരങ്ങളെ തേജസ്സൊന്ന്, ഭൗമിക ശരീരങ്ങളെ തേജസ് മറ്റൊന്ന്. സൂര്യന്റെ തേജസ്സൊന്ന്, ചന്ദ്രന്റേത് മറ്റൊന്ന്. നക്ഷത്രങ്ങളുടേത് വേറൊന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. ഇപ്രകാരം തന്നെയാണ് മനുഷ്യരുടെ പുനരുത്ഥാനം. നശ്വരത്തിൽ വിതയ്ക്കപ്പെടുന്നു, മനുഷ്യരത്തിൽ ഉയർപ്പിക്കപ്പെടുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, മഹിമയിൽ ഉയർപ്പിക്കപ്പെടുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർപ്പിക്കപ്പെടുന്നു. വിതയ്ക്കപ്പെടുന്നത് ഭൗതിക ശരീരം, പുനർജീവിക്കുന്നത് ആത്മീയ ശരീരം. ഭൗതിക ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. ആദ്യ മനുഷ്യനായ ആദം ജീവനുള്ളവനായി തീർന്നു എന്ന്
എഴുതപ്പെട്ടിരിക്കുന്നു. അവസാനത്തെ യാഗം ജീവദാതാവായ ആത്മാവായി തീർന്നു. എന്നാൽ ആദ്യമുള്ളത് ആത്മീയനല്ല, ഭൗതികനാണ്. പിന്നീട് ആത്മീയൻ. ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ള ഭൗമികനാണ്. രണ്ടാമത്തെ മനുഷ്യനോ സ്വർഗത്തിൽ നിന്നുള്ളവൻ. ഭൂമിയിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ ഭൗമികരും, സ്വർഗത്തിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ സ്വർഗീയരും. നമ്മൾ ഭൗമികന്റെ സാദൃശ്യം ധരിച്ചതുപോലെ സ്വർഗീയന്റെ സാദൃശ്യവും ധരിക്കും. സഹോദരരെ, ശരീരത്തിനോ രക്തത്തിനോ ദൈവരാജ്യം അവകാശപ്പെടുത്തുന്ന സാധുക്കളിലെന്നും നശ്വരമായത് നശ്വരമായത് അവകാശപ്പെടുത്തുകയില്ലെന്നും ഞാൻ പറയുന്നു. ഇതാ ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയുന്നു. നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. അവസാനത്തെ കാഹളം മുഴങ്ങുമ്പോൾ കണ്ണുവയ്ക്കുന്നത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. എന്നാൽ കാഹളം മുഴങ്ങുകയും മനുഷ്യർ അക്ഷരായി വരികയും നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും ചെയ്യും. നശ്വരമായത് നശ്വരവും മർത്യമായത് അമർത്യവുമാകേണ്ടിയിരിക്കുന്നു. ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോട് ഭക്തിയോടുകൂടെ ശ്രദ്ധിച്ച് കേൾക്കണം. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന്റെ ജീവനം രക്ഷയും അറിയിച്ച് വിശുദ്ധയോഗ്യനായ ശ്ലീഹായിച്ച സുവിശേഷത്തിൽ നിന്ന് ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശു മിശിഹായുടെ ലോകവാസകാലത്ത് ഇപ്രകാരം പഠിപ്പിച്ചു. യേശു ഇപ്രകാരം ചെയ്തു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവിലേക്ക് കാണുന്നതല്ലാതെ പുത്രന്റെ സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. എന്നാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിസ്മയിക്കത്തക്കവിധം ഇവയേക്കാൾ വലിയ പ്രവർത്തികളും അവിടുന്ന് അവനെ കാണിക്കും. പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ പുത്രനും താൻ ചെയ്യുന്നവർക്ക് ജീവൻ നൽകുന്നു. പിതാവ് ആരെയും തിരിയുന്നില്ല, പിന്നെ മുഴുവൻ അവൻ പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ആദരിക്കുന്നത് പോലെ എല്ലാവരും പുത്രനെയും ആദരിക്കേണ്ടതിനാണ് ഇത്. പുത്രനെ ആദരിക്കാത്തവരാരും അവനെ അയച്ച പിതാവിനെയും ആദരിക്കുന്നില്ല. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവരെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് ജീവനുണ്ട്, അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല. ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു. ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. എന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവൻ ഉണ്ടാക്കുവാൻ അവൻ വരം നൽകിയിരിക്കുന്നു. മനുഷ്യപുത്രനായ ചെയ്യാനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. എന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം അവന്റെ സ്വരം ശ്രമിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായി, തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായി പുറത്തു വരും എന്നതാണ് ചെയ്തു.
നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ. ശരീരം സ്നേഹമുള്ളവരെ, പ്രിയപ്പെട്ട ഇരുപോസ്തികൾ നമ്മളോടൊപ്പം ഇല്ല എന്ന യാഥാർത്ഥ്യം നാം വിശ്വസിക്കുകയും, ഇല്ല എന്ന് പറയുമ്പോൾ നമ്മളോടൊപ്പം ചിരിക്കുകയും സംസാരിക്കുകയും നമ്മളോടൊപ്പം ഭക്ഷണം കഴിക്കുകയും നമ്മളോടൊപ്പം ആയിരിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട അങ്കിൾ ഇന്ന് നമ്മളോടൊപ്പമില്ല. പക്ഷേ ഈ ആത്മാവ് സ്വർഗത്തിലായിരിക്കുന്നു എന്ന് നാം വിശ്വസിക്കുകയും, ക്രൈസ്തവന്റെ വിശ്വാസം പ്രത്യാശയുടെ ജീവിതമാണ്. അത് രണ്ട് ജീവിതമായിട്ടാണ് നാം ഇതിനെ കാണുന്നത്. ആദ്യത്തേത് ദൈവം നൽകിയ ആത്മാവും ശരീരവും ഒന്നിച്ചുള്ള യാത്ര. രണ്ടാമത്തെ ജീവിതം അത് സ്വർഗത്തിലേക്കുള്ള എടുക്കലാണ്. പിതാവ് ആത്മാവിനെ അയച്ചു, ആ ആത്മാവിനെ പിതാവിന്റെ സന്നിധിയിലേക്ക് തിരികെ വിളിക്കുന്നു. അപ്പോൾ ഈ ലോകത്തിൽ ആയിരുന്ന ശരീരം ഈ ലോകത്തിൽ ഉപേക്ഷിച്ച് ആത്മാവ് പോവുകയാണ്. എന്നാൽ ഈ ലോകത്തിൽ ആയിരിക്കുന്ന സമയം അത്രയും ഈ സൃഷ്ടിയിലൂടെ ദൈവം തന്റെ പ്രവൃത്തി പ്രാവർത്തികമാവുകയാണ്. എന്താണ് ദൈവം ഈ പ്രിയപ്പെട്ട മകനെ ചുമതലപ്പെടുത്തി അയച്ചത്? എന്തെല്ലാം ഈ ലോകത്തിൽ ചെയ്യണം എന്ന് ദൈവം ആഗ്രഹിച്ചുവോ ആ കാര്യങ്ങൾ അത്രയും ചെയ്യുവാൻ നിയോഗിക്കപ്പെട്ട വ്യക്തികളാണ്. തന്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുവാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ. അപ്പോൾ ഈ ഭൃത്യന്മാരായിട്ടാണ് ഞാനും നിങ്ങളുമെല്ലാം ഈ ലോകത്തിൽ ആയിരിക്കുക. പ്രിയപ്പെട്ട അപ്പനെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിന് ഏറ്റവും സ്നേഹവാനായ ഒരു മകനായിട്ടാണ് നമ്മൾ കാണുന്നത്. ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം ആരാധനയ്ക്ക് മുമ്പ് തന്നെ ദേവാലയത്തിൽ എത്തുന്ന, വിശുദ്ധ ഗ്രന്ഥ പാരായണം നടത്തുന്ന ഒരു പ്രിയപ്പെട്ട അപ്പച്ചനായിട്ടാണ് നാം കാണുന്നത്. തികച്ച് ശാന്തനായി സൗമ്യനായി എല്ലാവരോടും സ്നേഹത്തോട് മാത്രം സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ഒരു വ്യക്തി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതവും മഹത്വവും മരിച്ചാലും ഈ ലോകത്തിൽ ജീവിക്കും എന്ന് നാം വിശ്വസിക്കുന്നു. പക്ഷേ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ലിസിയോടും കുഞ്ഞുങ്ങളോടും ചേർന്ന് അദ്ദേഹം ജീവിച്ച കാലം അത്രയും അവർക്ക് നൽകിയ നല്ല നന്മകളും കൃപകളും അത് പിന്തുടരുവാൻ കുടുംബത്തിനും സഭയ്ക്കും അത് മാതൃകയും നന്മയുമായി മാറുവാനും ഇടയാവട്ടെ എന്ന് ഞാനും കുടുംബത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുകയും, ഈ ഉപദേശിച്ചിടത്തോളം കത്തീഡ്രൽ ഇടവക അംഗം എന്ന നിലയിൽ സഭയോട് ഈ ഭദ്രാസനത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബമായിട്ടാണ് കാണുന്നത്. അവിടെ തന്നെ അഭിനയ പിതാവിന്റെ സാന്നിധ്യത്തിൽ, വികാരി ജനറൽമാരുടെ സാന്നിധ്യത്തിൽ ഈ ഭദ്രാസനത്തിലെ എല്ലാ വൈദികരുടെയും പിതാവിന്റെയും പേരിൽ കുടുംബത്തോടുള്ള അനുശോചനവും പ്രാർത്ഥനയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ വചനത്തിന്റെ അവസാനം നാം ശ്രമിച്ചതുപോലെ പ്രത്യാശയുടെ ജീവിതത്തിലാണ് നാം ആയിരിക്കുക. കല്ലറകളിലുള്ളവരെല്ലാം അവന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരും. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർത്തനായി രക്ഷിക്കപ്പെട്ട് അബ്രാഹ്മണ മടിയിൽ വാസസ്ഥലം ലഭിക്കുന്നതിനായിട്ട് ആ ഒരു ഒരുക്കത്തിലാണ് ഈ പ്രിയപ്പെട്ട മകനും. സ്വർഗത്തിൽ ദൂതന്മാരോടൊപ്പം ഈ പ്രത്യാശയിൽ കാണുവാൻ ഇടയാവട്ടെ. നമുക്ക് പ്രാർത്ഥനയോട് ഈ മകനെ യാത്രയാക്കാം. ഒന്നു ചേർന്ന് നമുക്ക് പ്രാർത്ഥനയോടെ ഈ ആത്മാവ് എത്തിശാന്തി ലഭിക്കുവാൻ, അബ്രാഹ്മണ മടിയിൽ വാസസ്ഥലം ലഭിക്കുവാൻ നമുക്ക് ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. ഇവിടെ വന്നു ചേർന്ന ഓരോരുത്തരും ഈ പ്രിയപ്പെട്ട അച്ഛനോടുള്ള ബഹുമാന പരിശ്രമമാണ് ഇവിടെ എത്തിയിരിക്കുക. പ്രാർത്ഥനയിൽ ഈ ഒരു ഐക്യത്തിൽ ഒത്തുചേർന്ന് നമുക്ക് യാത്രയാക്കാം. ദൈവം കുടുംബത്തെ ആശ്വസിപ്പിക്കട്ടെ, ധൈര്യപ്പെടുത്തട്ടെ. പ്രാർത്ഥനയോടെ എല്ലാ ആശംസകളും നേരുന്നു.
ദൈവത്തിന്റെ കൃപ നമ്മോടൊപ്പം ഉണ്ടാകട്ടെ. എല്ലാവരും ഭംഗിയായിരുന്ന സങ്കടപൂർവ്വം ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നർത്ഥമുള്ള കുറിയേലായിസോനെന്ന് ഏറ്റു ചൊല്ലണം. അപേക്ഷിക്കുന്നു. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഇവനും ജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് അധീനനായില്ല. പ്രത്യുത മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്നൊരു ചെയ്ത വിശ്വനാഥപുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എല്ലാ മനുഷ്യരും മരിക്കുന്നതിന് മുമ്പ് ലഭിക്കണമെന്ന് ഞാൻ സമ്പൂർണമായ മനുഷ്യാവതാരത്ത് കൽപ്പിച്ച ക്രമീകരിച്ചോന വിശ്വനാഥപുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ആത്മാക്കളെ അവരുടെയും സൈന്യങ്ങളുടെയും മാർഗത്തിൽ നിന്ന് സ്വതന്ത്രമാക്കി യേശുവിനായ കർത്താവേ, ദുഷ്ടന്മാരുടെ ആത്മാക്കളെ പിടികൂടുവാനായി പരിഹരിക്കുന്നതിൽ ഈ ഞങ്ങളുടെ സഹോദര ആത്മാവിനെ നിരീക്ഷിച്ചു സ്വർഗീയ എത്തിക്കണമേ. എന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. രണ്ടാമത്തെ വരവിൽ നിന്നെ എതിരേൽക്കുവാൻ പുറപ്പെടുകയും സകല വിശുദ്ധന്മാരോട് ചേർന്ന് നിന്നെ നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും സ്തുതിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം സന്തോഷകരമായ നിന്റെ വെറുപ്പിന്റെ ശോഭയുടെ രശ്മികളാൽ ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെ പ്രശോഭിക്കണമേ. 3 പ്രാവശ്യം കുറിയേലായിസോനെന്ന് ചൊല്ലണം. പ്രിയമുള്ളവരെ, ഇപ്പോൾ ഇടവകയുടെ അനുശോചനം അറിയിക്കുവാനായി നമ്മുടെ ഇടവകയിലെ അംഗമായ ജെയിംസ് മാത്യു അച്ചായനെ പ്രത്യേകമായി ക്ഷണിക്കുന്നു. പ്രിയ ഗീവർഗീസിൻ്റെ വിയോഗത്തിൽ ദുഃഖാർത്തരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, പ്രിയ വർഗീസിനെ വളരെ കാലമായിട്ട് അറിയുമെങ്കിലും 2008 ഞാനും അങ്ങാടിയച്ഛനും കൂടെ അദ്ദേഹത്തിൻ്റെ ഭവനം സന്ദർശിക്കുകയും നമ്മുടെ ശ്രീഫോർട്ടിലെ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് 1 മണിക്കൂറോളം അവിടെ ഇരുന്ന് സംസാരിക്കുകയും അന്നാണ് ഏറ്റവും കൂടുതൽ ഈ സഹോദരനെ എനിക്കറിയാൻ സാധിച്ചത്. അത് കഴിഞ്ഞിട്ട് അന്ന് അമ്മച്ചിയും അവിടെ ഉണ്ടായിരുന്നു. അമ്മച്ചിയുമായിട്ടും സംസാരിച്ചു, ഇവരെല്ലാവരെയും കണ്ടു, ഒന്ന് പോയി. അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു 3-4 മാസം മുമ്പ് ഞാനും തിരുമേനിയും കൂടെ സഹോദരൻ്റെ വീട്ടിൽ പോവുകയും അന്നേരം കുറച്ച് നേരം അവിടെ ചിലവഴിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തു. 68 വയസ്സ് വരെ സഹധർമ്മിണി ലിസിയോടും കുഞ്ഞുങ്ങൾ അനില ആലീസിനോടും ഒക്കെ വളർത്തി കുഞ്ഞുങ്ങളെ ഒരു നല്ല നിലയിലാക്കി ഈ 68ാമത്തെ വയസ്സിൽ അദ്ദേഹം ദൈവത്തിൻ്റെ അടുത്തിലേക്ക് പോയി. കൂടുതൽ കഷ്ടപ്പെടാതെ ഒരു ദിവസം മാത്രമേ അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നുള്ളൂ. ആ സമയത്ത് ഞങ്ങളും അവിടെ ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾ 2 പേരും നല്ല നിലയിലായി കാണുവാനും വളരെ സൗമ്യനും ദൈവഭക്തി ഉള്ളവനും ക്രിസ്തീയ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മലങ്കര സഭയെ വളരെയധികം വിശ്വാസത്താലും ആത്മീകമായും ഏറ്റെടുത്തുകൊണ്ട് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. ആലീസിനോടും അനിലയോടും കുഞ്ഞു 2 മക്കളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പപ്പ വളരെ മാന്യനായ, വളരെ വിനയമുള്ള,
കരുണയുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം തീർച്ചയായും ദൈവത്തിൻ്റെ മടിയിൽ തന്നെ പോകും. പ്രിയ ഗീവർഗീസ് അവിടെ ചെല്ലുന്നതിന് മുമ്പേ നമ്മുടെ 15 പേർ അവിടെ ഉണ്ട് ഈ ദേവാലയത്തിൽ. ഒരു തിരുമേനി, ഒരു റമ്പാച്ചൻ, ഒരു വൈദികൻ, ഒരു സിസ്റ്റർ ഉൾപ്പെടെ 15 പേർ അവിടെ ഉണ്ട്. മലങ്കര സഭയുടെ ഈ ദേവ്സരായി കത്തീഡ്രലിൽ നിന്നുള്ളു. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട. നമ്മുടെ പപ്പായിക്ക് അവിടെ കൂട്ടുന്ന ആൾക്കാരുമുണ്ട്. ഞാൻ ഈ ദേവാലയത്തിൽ വരുമ്പോൾ ഞങ്ങൾ 2 പേരും കൂടെ ഇപ്പോൾ ഈ നമ്മുടെ അച്ഛന്മാരിരിക്കുന്ന ആ ബെഞ്ചിലാണ് ഞങ്ങളിരിക്കുന്നത്. എൻ്റെ അടുത്ത് വന്ന് അദ്ദേഹം ഇരിക്കും. സഭയെ എനിക്ക് അത്രയും ബൈബിൾപരമായിട്ടും ആത്മീയമായിട്ടും അത്രയും പുള്ളിക്ക് ജ്ഞാനമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനിതുപോലെ വായിക്കാനായിട്ട്, പുതിയ നിയമം വായിക്കാനായിട്ട് വരുമ്പോഴൊക്കെ എന്നോട് ഓരോന്നും പറഞ്ഞു തരും. പെട്ടെന്ന് പേജ് എടുക്കാൻ വേണ്ടി. നല്ല ജ്ഞാനമുള്ളൊരു മനുഷ്യൻ, വളരെ വിനയമുള്ളൊരു മനുഷ്യൻ. ഒരു ചർച്ച് രാഷ്ട്രീയവുമില്ല, ഒരു ഗ്രൂപ്പുമില്ല, ഒരു ഇൻവോൾവ്മെൻറ്റുമില്ല. ഒരു സാധുവായ മനുഷ്യൻ വരുന്നു, തൻ്റെ കർത്തവ്യം കുർബാന സ്വീകരിച്ച് അന്നേരം തന്നെ വീട്ടിലോട്ട് പോവുകയും ചെയ്യും. നമ്മൾ മലങ്കരക്കാർ, പ്രത്യേകിച്ച് നേപ്സരായി പള്ളിക്കാർ പുള്ളിയെ മാതൃകയായി കാണണം. നമ്മൾ കണ്ട് പഠിക്കണം. അതുപോലൊരു മനുഷ്യനായിരുന്നത്. ഇത്രയും പെട്ടെന്ന്, ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, കഴിഞ്ഞ 2-3 ദിവസത്തിന് മുമ്പ് എന്നോട് പറഞ്ഞു ഇതുപോലെ കാലിന് പെരുപ്പ. ഞാൻ വരാതിരുന്നപ്പോഴാണ്, ഒരാഴ്ച വരാതിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു. പിറ്റേ ദിവസം വന്നപ്പോൾ ഞാൻ ചോദിച്ചു, പിറ്റേ ആഴ്ച വന്നപ്പം. അപ്പോൾ എന്നോട് പറഞ്ഞു കാലിന് പെരുപ്പുണ്ട്, 2 ബെഡ്ഷീറ്റൊക്കെ ഇട്ടാണ് ഞാൻ ഇരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വന്നില്ല. അന്നേരം ഞാൻ ആലീസിന് ചോദിക്കാനായിട്ട് ഞാൻ ഇവിടെ എല്ലാം നോക്കിയായിരുന്നു എന്തിയേ എന്ന്. അത് കഴിഞ്ഞാണ് ഇതറിഞ്ഞത് അദ്ദേഹത്തിന് വയ്യ എന്നുള്ളത്. വളരെ പ്രയാസം. 68 വയസ്സ് വരെ കർത്താവ്, നമ്മളൊരു കാര്യം, പ്രകൃതി നിയമമാണിത്, നമ്മളെല്ലാവരും പോയേ പറ്റൂ. എങ്കിലും ആ നഷ്ടം നമുക്ക് നികത്താൻ വലിയ പ്രയാസം. പറയുന്നവർക്ക് പറയാമെങ്കിലും, ആശ്വാസവാക്കുകൾ പറയാമെങ്കിലും ആ നഷ്ടം വലിയ നഷ്ടമാണ്. പിന്നെ സന്തോഷപൂർവ്വം ഇരിക്കാമെന്നുള്ളത്. കുഞ്ഞുങ്ങളെ നല്ല നിലയിലായി, ആലീസും നല്ല നിലയിലാണ്, കുടുംബം നല്ല നിലയിലാണ് എന്നുള്ള ഒരു ആശ്വാസം ആ മനുഷ്യന് ഉണ്ട്. ദൈവം, സർവശക്തനായ ദൈവം ആ കുടുംബത്തെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് നാം എല്ലാവരും ഇനിയും പ്രാർത്ഥിക്കണം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കർത്തവ്യം അതാണ്. ആ കുടുംബത്തിന് വേണ്ടിയും ആ പ്രിയപ്പെട്ട ഗീവർഗീസിന് വേണ്ടി, ആത്മാവിന് വേണ്ടിയും തുടർന്നും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ എൻ്റെ പ്രിയ സഹോദരങ്ങളോട് അപേക്ഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇപ്പോൾ ഇടവകയുടെ ആദരാഞ്ജലികൾ സമർപ്പിക്കുന്നതിനായി ഇടവകയുടെ സെക്രട്ടറി എബിയെ പ്രത്യേകമായി ക്ഷണിക്കുന്നു. ഇടവകയുടെ MCAയുടെ ആദരാഞ്ജലികൾ ഈ നിമിഷം അർപ്പിക്കുന്നു. ഈ നിമിഷം MCA ഡൽഹി റീജിയൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഇടവകയുടെ MCMF ഇപ്പോൾ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഇടവകയുടെ MCCL ഇപ്പോൾ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഇടവകയുടെ MCYM ഇപ്പോൾ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.
ഇടവകയുടെ സെയിൻറ്റ് മേരീസ് പ്രയർ ഗ്രൂപ്പ് ഇപ്പോൾ ആദരാഞ്ജലികൾ സമർപ്പിക്കുന്നു. ഇടവകയുടെ സെയിൻറ്റ് തോമസ് പ്രയർ ഗ്രൂപ്പ് ഇപ്പോൾ ആദരാഞ്ജലികൾ സമർപ്പിക്കുന്നു. ഇടവകയുടെ സെയിൻറ്റ് ജൂഡ് പ്രയർ ഗ്രൂപ്പ് ഇപ്പോൾ ആദരാഞ്ജലികൾ സമർപ്പിക്കുന്നു. ഇപ്പോൾ സെയിൻറ്റ് ജൂഡ് മലങ്കര കാത്തലിക് ചർച്ച് ജസോള ഗീവർഗീസ് അങ്കിളിന് ആദരാഞ്ജലികൾ സമർപ്പിക്കുന്നു. സെയിൻറ്റ് മേരീസ് പബ്ലിക് സ്കൂളിലെ തോമസ് സാറ് ഇപ്പോൾ ആദരാഞ്ജലികൾ ഗീവർഗീസ് അങ്കിളിന് സമർപ്പിക്കുന്നു. ഇപ്പോൾ ഇടവകയുടെ സെയിൻറ്റ് ജോസഫ് പ്രയർ ഗ്രൂപ്പ് ആദരാഞ്ജലികൾ സമർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ദേവാലയത്തിലെ ശുശ്രൂഷകൾ അവസാനിച്ചു. ഇനി സെമിത്തേരിയിലേക്ക് പോവുകയാണ്. അതിനു മുൻപായി ആർക്കെങ്കിലും അന്ത്യചുംബനം കൊടുക്കുവാനുണ്ടെങ്കിൽ ഇതിനുശേഷം ധൂപപ്രാർത്ഥന നടത്തി നമ്മൾ ദേവാലയത്തിൽ നിന്ന് ഇറങ്ങും. ആദരാഞ്ജലികൾ അല്ലെങ്കിൽ അന്ത്യചുംബനം കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഈ നിമിഷം കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ധൂപപ്രാർത്ഥന നടത്തി നമ്മൾ സെമിത്തേരിയിലേക്ക് പോകുന്നതാണ്. അതോടൊപ്പം നന്ദിയുടെ വാക്ക് ഇപ്പോൾ അർപ്പിക്കുന്നു. ഈ കുടുംബത്തോട് ചേർന്ന് നിൽക്കുന്ന ഒത്തിരി അനേകം പേരുണ്ട്. ഈ ഗീവർഗീസ് അങ്കിളിൻ്റെ വിയോഗത്തിൻ്റെ സമയത്ത് ഈ കുടുംബത്തോടും ഈ ഇടവകയോടും ഒത്തിരി പേര് ചേർന്ന് നിന്ന് സഹായിച്ചവരുണ്ട്. പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ, അതോടൊപ്പം കുടുംബമായി അല്ലെങ്കിൽ ഇടവകയിൽ സഹായിച്ച ഒത്തിരി പേരുണ്ട്. കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദി ഈ നിമിഷം, കുടുംബത്തിൻ്റെയും ഇടവകയുടെയും പേരിലുള്ള നന്ദി ഈ നിമിഷം ഓരോരുത്തർക്കും നേരുന്നു. അതോടൊപ്പം തിരക്കുകൾക്കിടയിലും ഈ കുടുംബത്തോടുള്ള സ്നേഹം ഇവിടെ വന്ന് പ്രകടമാക്കിയവരുണ്ട്. അവരോടുള്ള നന്ദി ഈ നിമിഷം കുടുംബത്തിൻ്റെയും അല്ലെങ്കിൽ ഈ ഇടവകയുടെയും പേരിൽ ഈ നിമിഷം രേഖപ്പെടുത്തുന്നു. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ധൂപപ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. മക്കളിൽ അപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ോ
Shbohola bola boroval roho kadiso. ശരണത്താലേ നിൻ കൃപയിൽ ജീവാസുരമതുണർത്തണമേ കബറിന്നും ഉയരേകും നോൻ രാജാ ഏവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നിന്നേ അവരവരുയിരോടെഴുന്നേറ്റു ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു പാർക്കുമോ. ശുഭഹോല ബോല ബ്രോവൽ റൂഹോ കാദീശോ. എന്റെ ശരീരം ഭക്ഷിച്ചെന്റെ രക്തം പാനം ചെയ്യുവാൻ പാതാളത്തിൽ പോകാനായി വിടാം ഞാൻ. എന്നും അവൻ ജീവിപ്പാൻ അങ്ങേ തെറ്റുമറിച്ചു ഞാൻ. എന്നും കാർത്ത തന്നരുളിന്നു മഹത്വം. കരുണ നിറഞ്ഞവനേ പുനരുദ്ധാനത്തിൽ നിന്നോട് സൃഷ്ടിയെ നീ പുതുതാക്കിയിടണമേ. അവരബറാഹത്തിൻ ദൈവമേ സഹാ കൂടെയും യാക്കോബിനോടെയും മടിയിൽ പാർക്കണമേ. നമ്രദർദൻ നോയരും സുദനൻ നുസരീരാ മൃതശരീരം ദേവാലയത്തിൽ നിന്ന് സെമിത്തേരിയിലേക്ക് കൊണ്ടുപോവുകയാണ്. നമുക്ക് അതോടൊപ്പം അവിടെയും അന്ത്യചുംബനം നൽകുവാനുള്ള അവസരം ഉണ്ടായിരിക്കും. വത്സലരേ ദൂരത്തെന്തിനോ നിൽക്കുന്നു, അരികിൽ വരീൻ ശ്ലോമോ തരുവിൻ പ്രാർത്ഥിച്ചിടുവിൻ സങ്കട കീർത്തനമൻ പേർക്കായി പാടിടുവിൻ. പ്രതിപാതാള കവാടത്തിൽ ബന്ധിച്ചെന്നേ മരണത്തിൻ ദൂതൻ പിറകെ വന്നപ്പോൾ ചുറ്റും പാർത്തെ തുണ ചെയ്യുവാൻ വന്നെല്ലാരും വിളികൂട്ടുന്നോർക്കാൻ വെളിവാകും നാഥാ. നിൻ ദൈവികമാം വലഭാഗത്തിൽ
പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി വിട്ടെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ
നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാ. കരയുന്നോ നിങ്ങൾ എന്തിനായി? ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാ. ദൈവമായ കർത്താവേ, നിന്റെ കൽപ്പന പ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് യാത്രയായ ഈ ദാസന് നിന്റെ സ്വർഗീയ സേനകളുടെ സഹായം അയച്ചു കൊടുക്കണമേ. ഈ മിതുര ശരീരത്തിൽ ഒഴിക്കപ്പെടുന്ന തൈലം മൂലം വായുമണ്ഡലത്തിൽ പതിയിരുന്ന മനുഷ്യാത്മാക്കളെ ആക്രമിക്കുന്ന സൈന്യങ്ങളാൽ ഈ ദാസൻ പിടിക്കപ്പെടാതിരിക്കട്ടെ. പ്രകാശഭവനങ്ങളിൽ വിശുദ്ധന്മാരോട് കൂടിയുള്ള ആനന്ദം ഈ ദാസന് നൽകണമേ. ഈ ദാസൻ സന്തോഷപൂർവ്വം നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. അധ്വാനങ്ങൾക്കുള്ള വിശ്രമത്തിനും പോരാട്ടത്തിനുള്ള മുക്തിക്കും വിശുദ്ധന്മാരോടെയുള്ള സൗഭാഗ്യത്തിന് എത്തിച്ചതുമായി ഈ തൈലം ഒഴിക്കപ്പെടുന്നു. പിതാവിന്റെ നാമത്തിലും തന്റെ നാമത്തിലും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിലും നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും, വീണ്ടും നീ നവീകരിക്കപ്പെടുകയും ചെയ്യും എന്ന് നീ അരുളിച്ചത് പ്രകാരം കർത്താവേ തിരുവിധം നിറവേറിയിരിക്കുന്നു. യാത്രയാകുന്നിതാ പ്രിയ
പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. പരലോകവാടിയിൽ കാണാം വീണ്ടും യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. ഈ ലോകവാസം പുൽക്കൊടി പോലെ യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ
കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും. കബറിൽ പോകിടും അതിശക്തൻ തന്നധികാരം ചെയ്യും. അത്ഭുതമാശ്ചര്യം കൂറും ദൂതന്മാർ ചേരും. ചിതറിയൊരസ്ഥികളും നേടും തേജസ്സാത്മാവൊടു തനുവും നാശം കൂടാതെഴുന്നേൽക്കും സ്തുത്യൻ നാദാ നിൻ വചസാൽ മാർത്താമേരി സോദരനഴുകിയ ലാസർ കബർ ുദ്ധിതനായി നിന്ന ഗമനയായിരോ സുത ജീവിച്ചു മൃതരന്ത്യത്തിൽ എഴുന്നേൽക്കുന്നിന്നോ പരിമാണധൂപമതാൻ മൃതരെ തവ നിണമേകൾ കൊണ്ടോരം വിശ്വാസികളെ പാവനരാക്കണമേ. നിൻവലഭാഗെ നിന്നവർ തൻ പുനരുദ്ധാപകനമിശേഹാനിൻ സ്തുതിയവരും പാടാൻ പരമേക. കർത്താവിന്റെ ഭവനത്തിലേക്ക് ഞങ്ങൾ പോകുന്നുവെന്നവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. നാഥൻ വന്നു മൃതരെ ഉയർപ്പിക്കും, ശരണം നൽകും സകല പരേതർക്കും. നിങ്ങളിൽ നിന്നൻ പ്രിയരെ പിരിയുന്നേ, സ്വീകൃതനാവാൻ അർത്ഥിപ്പിൻ നിങ്ങൾ. കോഴയതെന്നെ ദുഷ്ടന ശിഷ്ടനയും നിഹനിക്കും മരണം സ്ഥാപിച്ചോൻ ധന്യൻ. ഒരു നിമിഷം കൊണ്ടുടയോനെ മൃതരെ ജീവിപ്പിക്കും നിൻ വരവധി കൂടം. എൻ കൃത്യങ്ങൾ ചിന്തിച്ചഞ്ചുന്നേ, സ്വീകൃതനാവാൻ എൻ പേർ തർദ്ദിപ്പിൻ. കൃപ ചെയ്യണമേ നിൻ കൃപയാൽ എന്നിൽ ഞാൻ കാണണമേ നിൻ കൃപ നിൻ വരവിൽ. അഭിനവ സൂര്യൻ കതിരൊളി വിതറിയിടും, പ്രാണപ്രദനെ മൃതനിവഹം വാഴ്ത്തും. സഭയും സുതരും സ്തോത്രം പാടുന്നു, താതനും സുതനും പരിശുദ്ധാത്മാനും. ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനുമായി വരുവാനിരിക്കുന്നവനുമായ കർത്താവേ, നിന്റെ തിരുനാമത്തെ സ്തോത്രം ചെയ്യുവാനായി കാരാഗ്രഹത്തിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ ശരണവുമേ നേക്ക് നിനക്ക് സ്തുതി. പാർക്കുമോ നരകവാദികളുടെ നേരെ എടുക്കരുതേ. കർത്താവേ, ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ ഏറ്റുപറയുന്നു, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ പാപമോചനത്തിനായി നിന്റെ സ്നേഹത്തിലുള്ള ഞങ്ങളോട് കരുണ ചെയ്യണമേ. മക്കളിൽ അപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ശരണത്താലേ നിൻ കൃപയെ രാജാ ജീവൻ മൃതരാം നൽകുന്നു. കവറുകളിൽ നീങ്ങി അവരോടെഴുന്നേറ്റു ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു. പാറിക്കുമോ ശുഭഹോലാ ബോല ബ്രോവൽ റൂഹു കാദീശോ. രക്തം പാനം ചെയ്യുമോ പാതാളത്തിൽ പോകാനായി വീണാൻ ഞാൻ. എന്നും അവൻ ജീവിപ്പാൻ അങ്ങത്തെട്ടു മരിച്ചതു ഞാൻ. എന്നും കർത്താ
തന്നരുളിന്നു മഹത്വം മരമതിനുയരെ കർത്താവേ ത്രിത്വത്തെ സ്തുതി ചെയ്തോരാം കൈക്കൊണ്ടേടേണം. സത്യവിശ്വാസത്തോടും ദൈവിക യോഗ്യതയോടും ക്രൈസ്തവോചിതമായ വിധം മിശിഹായ ശരണപ്പെട്ട് നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ വൃത്തിനെ ദൈവം തന്റെ നിർമ്മല കരങ്ങളിൽ സ്വീകരിക്കുവാൻ തന്റെ കരുണയോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് സന്തോഷപൂർണമായ ഉന്നത സ്ഥാനവും വിശ്രമവും സങ്കേതവും സ്വർഗീയ വിരുന്നും ഈ ദാസന് നൽകട്ടെ. കണ്ണു കണ്ടിട്ടില്ലാത്തതും കേൾവിയപ്പെട്ടിട്ടില്ലാത്തതും മനുഷ്യ സങ്കല്പത്തിൽ എത്തിച്ചേർന്നിട്ടില്ലാത്തതുമായി ദൈവം തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വാഗ്ദാനം കർത്താവ് ഈ ദാസന് പ്രദാനം ചെയ്യട്ടെ. കർത്താവിന്റെ പാപങ്ങൾ പരിഹരിക്കട്ടെ, കുറ്റങ്ങൾ ക്ഷമിക്കട്ടെ. അരിഷ്ടതകൾ നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ വെച്ച് ഈ ദാസൻ ചെയ്തിട്ടുള്ള പാപങ്ങളും പിഴകളും ദൈവം മായ്ച്ചു കളയട്ടെ. സമൃദ്ധമായ തന്റെ കരുണയുടെ ബഹുലത നിമിത്തം താൻ അവയെ ഓർക്കാതിരിക്കട്ടെ. നീതിമാന്മാരുടെ മേൽ കരുണ ചെയ്യുമ്പോൾ ഇവന്റെ മേലും താൻ കരുണ ചെയ്യട്ടെ. ഈ ദാസന്റെ വേർപാടിൽ ദുഃഖിച്ചും വിലപിച്ചും ഇവിടെ അവശേഷിക്കുന്നവരെ മിശിഹാതമ്പുരാൻ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തുമാറാകട്ടെ. വത്സല സഹോദരരെ, പരസ്പരം ആശ്വസിപ്പിക്കുവിൻ, ധൈര്യപ്പെടുത്തുവിൻ. മരിച്ചവനെ സംസ്കരിച്ച് നീതീകരണം പ്രാപിക്കുവിൻ. മരിച്ചവന് കാരുണ്യം നിഷേധിക്കരുത്. വിരുന്ന് ഭവനത്തിൽ പോകുന്നതിനേക്കാൾ വിലാപ ഭവനത്തിൽ പോകുന്നത് നന്ന് എന്നുള്ള വേദവാക്യം വിശുദ്ധ സഭയുടെ മക്കളായി നിങ്ങൾ വന്ന് നിവർത്തിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളുടെ സഹായത്തിനായി എഴുന്നള്ളി നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകട്ടെ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾ വന്ന ലോകാരംഭത്തിന് മുൻപ് തന്നെ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യം അനുഭവിച്ചു കൊള്ളുവീൻ. എന്നരുൾ ചെയ്യുന്ന സന്തോഷകരമായ ശബ്ദം കേൾക്കുവാൻ ദൈവം നിങ്ങൾക്കിടയാകട്ടെ. ദൈവമാതാവായ പരിശുദ്ധ മറിയാമിൻ്റെയും സകല വിശുദ്ധരുടെയും പ്രാർത്ഥനകളാൽ ഈ അപേക്ഷകൾ സാധിക്കുമാറാകട്ടെ. തന്നിലുള്ള ശരണത്തോടുകൂടി നിദ്ര പ്രാപിച്ച ഈ ഭക്തനായ ദാസനെ ദൈവം കൃപയോടെ ആശ്വസിപ്പിക്കട്ടെ. നമ്മുടെ സംഘത്തിൽ ദൈവകൃപ രണ്ട് ലോകങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും ആവാസും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളേവരുടെയും മേലെന്നാളും ഉണ്ടായിരിക്കട്ടെ. കടമകളെല്ലാം തീരുന്നേ പരമപിതാവിൻ ചാരത്ത് പുതിയൊരിട